ഞാൻ കുറച്ച് കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ, വീഡിയോകൾ, ഓഡിയോ ബുക്കുകൾ, ഇതൊക്കെ തന്നെ ആക്ച്വലി എല്ലാവർക്കും വർക്കാവുന്നുണ്ടോ? എല്ലാവരും അല്ല. ഒരു 50%, ഒരു 30% ആൾക്കാർക്കെങ്കിലും അതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നുണ്ടോ? ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ താൽക്കാലികമായിട്ട് കുറേയൊക്കെ ഐഡിയകൾ നമുക്ക് കിട്ടുമെങ്കിലും ജീവിതത്തിൽ അതുപോലെ പകർത്തി വിജയിച്ചെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതെല്ലാവർക്കും ഒരേപോലെ വർക്കാകാത്തതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ചിലത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഞാനതിനെ സ്പെസിഫിക് ആയിട്ടുള്ള 6 പോയിൻ്റാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ 6ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ വെറുതെ ബുക്ക് റിവ്യൂ ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ഞാൻ ബുക്ക് റിവ്യൂ ചെയ്യുന്നു, ഡയറക്റ്റ്ലി അത് വായിക്കുമ്പോൾ കിട്ടാത്ത എന്ത് കാര്യമാണ് നമ്മളതിനെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് വേണ്ടി ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. നമ്മൾ ഇതുവരെ വായിച്ചിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ബുക്കായാലും മോർണിംഗ് റൂട്ടീനായാലും ഹാബിറ്റ് ഫ്രെയിംവർക്ക് ആയാലും അത് സ്പെസിഫിക് ആയിട്ടുള്ള ചില ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അതൊരു പക്ഷേ പൂർണ്ണമായി നമ്മളാകാൻ ഒരു സാധ്യതയുമില്ല. അത്തരം കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്ന മിക്ക വ്യക്തികളെയും കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തികൾക്ക് ആൾറെഡി ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും, ഫാമിലിയിൽ നിന്നുള്ള പ്രഷറുകൾ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. ഓരോ ദിവസവും ഷെഡ്യൂൾ ചെയ്യാനും എന്ത് ചെയ്യണമെന്ന് ഫിഗർ ഔട്ട് ചെയ്യാനും ജീവിതത്തിൻ്റെ ആവശ്യാനുസരണം പ്ലാനുകളെ മാറ്റാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അയാൾ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ എത്തിപ്പെടാതെ വളരെ കേവസിൽ കഴിയുന്ന നമ്മൾ ആൾറെഡി അത്തരം ബുദ്ധിമുട്ടുകളെ മറികടന്ന് സക്സസ്ഫുള്ളായിട്ട് മാറിയ ഒരു വ്യക്തി എഴുതുന്ന പുസ്തകങ്ങളെയാണ് പലപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതായത് ഈ എഴുതുന്ന വ്യക്തി ആക്ച്വലി സക്സസ്ഫുൾ ആവുകയും അയാളൊരു പൊസിഷനിൽ എത്തുകയും അയാളുടെ ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നിയ കാര്യങ്ങളെ ഒരു പുസ്തകമാക്കി മാറ്റുകയും ചെയ്യുന്നു. സോ ദ ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴാണ് നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് ഈ പുസ്തകത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതും ആ വ്യക്തി ആ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യവും അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടും സെയിം ആകണമെന്നില്ല. സോ നമ്മളത് അതേപടി എടുത്ത് കോപ്പി അടിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രധാനമായിട്ടും പൂർണ്ണമായ ഐഡൻറ്റിറ്റിയും ഷെഡ്യൂളുമാണ് മാറ്റാൻ ശ്രമിക്കുന്നത്. അഫോർഡബിൾ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളായി തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇത്തരം പുസ്തകങ്ങൾ അതേപടി പഠിച്ചാൽ പറ്റില്ല. ഒരിക്കലും ഇത്തരം പുസ്തകങ്ങൾ എഴുതുന്നവർ നിങ്ങളോടൊരു ചെറിയ ഹാബിറ്റ് മാറ്റാനായിരിക്കില്ല പറയുന്നത്. പകരം നിങ്ങളൊരു പുതിയ പേഴ്സണായി മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യണം. വൈ? അതിനൊരു റീസൺ ഉണ്ട്. ഏത് പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ പ്രധാനമായിട്ടും പറയുന്ന ചില ഹാർഷായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. 5 മണിക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കുക, വളരെ തണുത്ത വെള്ളത്തിൽ പറ്റുമെങ്കിൽ കുളിക്കുക, എല്ലാ കാര്യവും ജേണൽ ചെയ്യുക, ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക, വളരെ ഫോക്കസ് കിട്ടുന്ന രീതിയിൽ 2 മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ പരിണാമപരമായിട്ടും ജനറ്റിക്കലായിട്ടും വർഷങ്ങളായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പോവുകയാണ്. അത് പൂർണ്ണമായി മാറ്റി മറ്റൊരു ഷെഡ്യൂളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ശരീരത്തിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ ഡയറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഷുഗർ കട്ട് ചെയ്യുകയും കലോറി ഇൻടേക്ക് ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്ന കാര്യം ശരീരം കംപ്ലീറ്റ് ബ്രോക്കൺ ആവുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഷെഡ്യൂൾ തെറ്റുമ്പോൾ അതിന് താങ്ങാൻ കഴിയില്ല. നിങ്ങളിനി ഡെയിലി 5 മണിക്ക് എഴുന്നേറ്റാലും നിങ്ങൾ ഡെയിലി വളരെ തണുത്ത വെള്ളത്തിൽ കുളിച്ചാലും മൊബൈൽ ഫോൺ പർപ്പസ്ഫുള്ളി മാറ്റി വെച്ചുകൊണ്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ കുറേ സമയം, ഏകദേശം ഒരു 2-3 ആഴ്ച, ഒരിക്കലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പോസിറ്റീവ് ഔട്ട്പുട്ട് അല്ല വരുന്നത്. പകരം നമ്മൾ കംപ്ലീറ്റ് തകരും, നമ്മുടെ പ്ലാനുകൾ മൊത്തം പോകും, ആരോഗ്യം ഡൗൺ ആവും, നമ്മുടെ ഇൻട്രസ്റ്റുകൾ മാറും, ഫോക്കസ് കുറയും, നമ്മൾ ഹൈപ്പർ ഫോക്കസ് അല്ല ലോ ഫോക്കസിലേക്ക് പോകും. അതങ്ങനെ തന്നെയാണ്. ഏതൊരു ട്രാൻസ്ഫർമേഷനും ഒരു ഡിപ്പ് പീരീഡ് ഉണ്ടാവും. നമ്മളിപ്പോൾ പോകുന്നത് അത്യാവശ്യം നമുക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ബോഡി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ മാനസികമായിട്ട് വിചാരിക്കുന്നു, ഓക്കെ എനിക്ക് ജങ്ക് ഫുഡ്സ് കഴിക്കാൻ താല്പര്യമില്ല, പഞ്ചസാര ഒഴിവാക്കണം, മൊബൈൽ ഫോൺ അഡിക്ഷൻ കുറയ്ക്കണം. ബട്ട് ബോഡി ഇതിന് ക്രേവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ മനസ്സെടുത്തത് ചെയ്യുമ്പോൾ ആദ്യം ഒരു തടസ്സമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ സിറ്റുവേഷൻ ഉണ്ടാവും. എന്നാൽ നമ്മളത് ഓവർകം ചെയ്യാനുള്ള ആ ടൈം കൊടുത്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർമേഷൻ കാണാൻ സാധിക്കൂ. പക്ഷേ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 ആഴ്ച 3 ആഴ്ച ട്രൈ ചെയ്ത് തകർന്നു പോകുമ്പോൾ വിൽ പവർ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടെയാണ് പലരും ട്രാൻസ്ഫർമേഷൻ അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഈ ഇൻ്റർമീഡിയറ്റ് ഗ്യാപ്പ്, അതായത് നിങ്ങൾ മാറാൻ തീരുമാനിച്ചു എന്ന് സെൽഫ് ഹെൽപ്പ് ബുക്ക് പറയുന്നു, അതിനുശേഷം നിങ്ങൾ മാറുന്നു, ഇതിനിടയിൽ നടക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷനെ ഇത്തരം ബുക്കുകൾ അഡ്രസ്സ് ചെയ്യുകയോ അതിന് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുകയോ ചെയ്യില്ല. പക്ഷേ ആ ഗ്യാപ്പിലാണ് പലരും തകർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായ ഡയറക്ഷൻസ് ഇത്തരം ബുക്കിൽ നിന്ന് പേഴ്സണലൈസ്ഡ് ആയിട്ട് കിട്ടാനും സാധ്യതയില്ല. ഒരാൾ സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് പുസ്തകം എഴുതാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. സക്സസ് ആയി കഴിഞ്ഞാൽ പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിൽ നിന്നും ബിസിനസ് വഴി ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആ വ്യക്തി ഉദ്ദേശിച്ച വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഡയറക്ഷൻ അത് തന്നെയായിരുന്നു? ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ നേടിയ വിജയത്തിലേക്കുള്ള പാത തന്നെയായിരുന്നു? അതായത്
ഒരുപക്ഷെ അയാൾ വർക്ക് ചെയ്തത് കൃത്യമല്ലാത്ത അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു ഗോളിലേക്കായിരിക്കാം. ഒരുപക്ഷെ അയാൾ ഒരു ബിസിനസ് മാൻ ആവാനായിട്ട് ശ്രമിക്കുന്നു, പിന്നീട് IAS കിട്ടുന്നു. ചിലർ IASന് ശ്രമിക്കുന്നു, അപ്പോൾ അവർ നല്ലൊരു ഓൺട്രപ്രണറായിട്ട് മാറുന്നു. മേ ബി പാതകൾ വ്യതിയാനം വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അയാൾ ഫോളോ ചെയ്ത പാത അൺസർട്ടൈൻ ആണ്. ഒരുപക്ഷെ പുസ്തകം എഴുതാമെന്നും പറഞ്ഞ് ഇരുന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും തൻ്റെ ഓർമ്മയിലുള്ള ചില പാതകളും ട്രിക്കുകളും ജീവിത രീതികളും റൂട്ടീനുകളും ഹാബിറ്റുകളും ഒക്കെ തന്നെ ചികഞ്ഞെടുത്ത് ആ ഡോട്ടുകളെ പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ആൾറെഡി വിജയിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി തൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതി അത് ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ ആകട്ടെ എന്ന് കരുതുമ്പോൾ അവിടെ സംഭവിക്കുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരാൾക്ക് തൻ്റെ ലൊക്കേഷനെ കുറിച്ച് പോസ്റ്റ് കാർഡ് അയച്ചതിന് ശേഷം ഇവിടെ വരാൻ പറയുന്നു. എന്നിട്ട് അയച്ചയാൾ അവിടെ നിന്ന് സ്ഥലം വിടുന്ന പോലെയാണ്. കത്ത് കിട്ടിയാൾ വരുമ്പോൾ ഈ അയച്ച ആൾ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. അതായത് ബി ചിലത് വർക്കായിട്ടുണ്ടാകാം, ബി ചിലത് വർക്കാകാതെ ഇരുന്ന് കാണാം. എഴുതുന്ന സമയത്ത് കുറേ പോയിന്റ്സ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം, മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം, കുറേ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ഇതെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം കൃത്യമായിട്ട് ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണോ പ്രയോജനപ്പെട്ടത് അത്തരം കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും അത് നല്ലൊരു സ്റ്റോറിയായി ബെസ്റ്റ് സെല്ലറായി മാറി പുസ്തകം വിറ്റുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു നറേറ്റീവ് ഫ്ലോ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അത് നല്ലൊരു ബെസ്റ്റ് സെല്ലർ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ബെസ്റ്റ് സെല്ലർ ആവുന്നത്. പക്ഷേ കഥയുടെ പോക്ക് കാണുമ്പോൾ അറിയാം ഇത് ആരെങ്കിലും ഒക്കെ എടുത്ത് മോട്ടിവേഷണൽ സ്റ്റോറി ആക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും തോന്നുന്നതും ആക്ച്വലി ഇത് പ്രയോജനമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നിത് വായിക്കുന്നതിനിടയ്ക്ക് പലപ്പോഴും എനിക്കുൾപ്പെടെ തോന്നിയിട്ടുള്ളതും ഈ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രശ്നമാണ്. മിക്ക മോട്ടിവേഷൻ പുസ്തകങ്ങളും എസ്പെഷ്യലി വീഡിയോസുകളും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഫീൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പ്രോത്സാഹനം അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നതും ആക്ച്വലി നിങ്ങൾ മോട്ടിവേറ്റ് ആവുന്നതും രണ്ടാണ്. നിങ്ങളൊരു പുസ്തകമോ വീഡിയോ കണ്ടതിന് ശേഷം ഓക്കെ ഞാനിത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എനർജൈസ് ആയി കഴിഞ്ഞാൽ അത് ഫീലിംഗ് ആണ്. ഫീലിങ്ങുകൾ ടെമ്പററി ആണ്, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആക്ച്വലി നിങ്ങൾക്കത് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ റെഡി ആകുന്നത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ റെഡി ആകുന്നതും മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നതും രണ്ട് കോണ്ടെക്സ്റ്റിൽ കാണാം. മിക്ക സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളും പറയുന്നത് ഇതൊരു മോട്ടിവേഷൻ ബുക്കല്ല, മിക്ക വീഡിയോസുകളും പറയുന്നത് ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല. ബട്ട് ആക്ച്വലി അവർ ചെയ്യുന്നത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യണമെന്ന് കൃത്യമായ പ്ലാനും ആക്ഷൻ പ്ലാനും വർക്ക് ബുക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ നിന്നോ വീഡിയോയിൽ നിന്നോ കിട്ടണമെന്നില്ല. അതായത് മോട്ടിവേഷൻ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നത് കൃത്യമായ അടിസ്ഥാനമില്ലാതെ ഒരു വീട് വയ്ക്കുന്ന പോലെയാണ്. ഈ അടിസ്ഥാനം മാറിക്കൊണ്ടിരിക്കുമെന്നർത്ഥം. പക്ഷേ ഈ കോൺട്രഡിക്ഷൻ, അതായത് താൻ മോട്ടിവേറ്റ് അല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങളും വീഡിയോസുകളും ചെയ്യുകയും എന്നാൽ അതിൻ്റെ ഉള്ളിൽ മോട്ടിവേഷൻ മാത്രമായിട്ട് കാണുകയും ചെയ്യപ്പെടുന്നത് ഒരു കോൺട്രഡിക്ഷനാണ്. അതാരും പൊതുവെ പറയാറില്ല. കൂടുതൽ വായിക്കുക, കൂടുതൽ നോട്ട് എഴുതിയെടുക്കുക, കൂടുതൽ സിസ്റ്റംസ് ഉണ്ടാക്കുക, ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക, അതിനുശേഷം ആ പഠിച്ച ബുക്ക് കറക്റ്റ് അപ്ലൈ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാതെ അടുത്ത ബുക്കിലേക്ക് പോവുക. ഒരു വീഡിയോ കാണുക, ഭയങ്കര മോട്ടിവേറ്റ് ആവുക, പ്രശ്നം മനസ്സിലാക്കുക, ലൈഫിൽ അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുമെന്ന് വിചാരിക്കുക, ആ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. നെക്സ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടതോ എൻറ്റയർലി ഡിഫറെൻറ്റ് രീതിയിൽ ഈ വിഷയത്തെ വിശദീകരിക്കുന്നതോ ആയിട്ടുള്ള അടുത്ത വീഡിയോ കാണുക. സ്മാർട്ടായിട്ടുള്ളൊരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി സെക്ഷനിലുണ്ടാകുന്ന വലിയ അബദ്ധം എന്ന് പറയുന്നത് എന്താണ് ലേണിംഗ് എന്നും എന്താണ് ചേഞ്ചിങ് എന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തതാണ്. ഏറ്റവും കൂടുതൽ ലേൺ ചെയ്യുന്നതാണ് ചേഞ്ച് ഉണ്ടാക്കുന്നതെന്നും ചേഞ്ച് താനേ വരുമെന്നും താനിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ സ്മാർട്ടായിട്ടുള്ള ആളുകൾ. പക്ഷേ ഒരു വീഡിയോ കണ്ടാൽ, ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് അത് ജീവിതത്തിൻ്റെ ഭാഗമായി എന്ന് ഉറപ്പുവരുത്താതെ നിങ്ങൾ മറ്റൊരു കോണ്ടന്റിലേക്ക് പോകുമ്പോൾ, മറ്റൊരു പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് വേറൊരു ദിവസം നമ്മളിൽ മാറ്റം ഉണ്ടാക്കില്ല. പകരം നമ്മൾ കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് എൻ്റെയും പ്രശ്നമാണ്. എൻ്റെ ഷെൽഫിലിരിക്കുന്ന മിക്ക ബുക്കുകളെക്കുറിച്ച് ഇതുവരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ പല സമയത്തും എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഞാൻ മോട്ടിവേറ്റ് ആവാറുണ്ട്. പക്ഷേ ആ ട്രാപ്പ് മനസ്സിലാക്കണം. ഒന്നിൽ ഫോക്കസ് ചെയ്താൽ അത് വർക്കൗട്ട് ആക്കുക, സിസ്റ്റം ഉണ്ടാക്കുക, ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ വാങ്ങിച്ചു കൂട്ടുന്നത് വെറും കൺസ്യൂമിങ് മാത്രമാണ്. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇത് എഴുതിയവർക്കും വിൽക്കുന്നവർക്കും നിങ്ങൾ പണം കൊടുക്കുക മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ നിങ്ങൾ പഠിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്തരം സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ കൂടുതലായിട്ടും എഴുതപ്പെട്ടിരിക്കുന്നത് യൂറോപ്പ്, അമേരിക്ക പോലെയുള്ള വെസ്റ്റേൺ കൺട്രീസിനെ ബേസ് ചെയ്തുകൊണ്ടും അവിടുത്തെ വർക്ക് കൾച്ചറും അവിടുത്തെ
ഗവൺമെൻറ്റൽ സിസ്റ്റവും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി സംവിധാനങ്ങളും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ രീതികളും കൾച്ചറൽ ഡിഫറൻസുകളും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്ടിവിറ്റി ബുക്ക് വായിക്കുമ്പോൾ അത് 1980-ലോ 70-ലോ 90-ലോ 2000-ലോ ഒക്കെ എഴുതിയതായിരിക്കും എന്നൊരു വ്യത്യാസം അവിടെ കാണാറുണ്ട്. ആധുനികമായിട്ടുള്ള പഠന രീതികളും മെഷർമെൻറ്റുകളും ഉപയോഗിച്ചും പുതിയ എക്കണോമിയും ജീവിത സാഹചര്യങ്ങളും അനുസരിച്ചും ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്നൊരു ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഹെൽപ്പ് മാത്രം മതിയാകില്ല. ഇപ്പോൾ 5 ടൈപ്സ് ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ആദ്യ കുറേ ഭാഗം ഞാൻ വീഡിയോ ആക്കിയപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ ആ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ ഒരു റെഫറൻസ് ആക്കി മാത്രമാണ് എടുത്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തെയും ഇൻഡിപെൻഡൻ്റായി സ്റ്റഡി ചെയ്യുകയും പുതിയ പഠനങ്ങളും ഇന്ത്യയും കേരളവും ബേസ് ചെയ്ത് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരുന്നു. സോ മേ ബി ആ ഓതർ എഴുതിയിരിക്കുന്ന ഐഡിയ സെയിം ആയിരിക്കാം, പ്രോബ്ലം ശരിയായിരിക്കാം, അയാൾ അഡ്രസ്സ് ചെയ്ത രീതി ചിലപ്പോൾ കൃത്യമായിട്ട് മാറ്റമുണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ ഓഡിയൻസ് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു, എവിടെ ജീവിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയുള്ളതാണ്, അവരുടെ തൊഴിൽ നിയമങ്ങൾ എങ്ങനെയുള്ളതാണ്, സാഹചര്യങ്ങളും പ്രാരാബ്ധങ്ങളും എങ്ങനെയുള്ളതാണ് എന്നിവ ബേസ് ചെയ്ത് മാത്രമേ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും. സോ എൻ്റെ ചാനലിൽ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഏതെങ്കിലും തരത്തിലുള്ള പുസ്തകത്തെക്കുറിച്ചുള്ളൊരു റിവ്യൂ, അതിനകത്തുള്ള വർക്കിംഗ് മെത്തേഡുകളെക്കുറിച്ചുള്ള ഡീപ്പ് എക്സ്പ്ലനേഷനോ കാണുമ്പോൾ മനസ്സിലാക്കുക പുസ്തകം വായിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുകയല്ല. പകരം നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങളെ അടപടലം പഠിച്ച് ഡൈസെക്റ്റ് ചെയ്ത് റിസർച്ച് മെത്തഡോളജിയിലൂടെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസിലൂടെയും പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയും നമ്മുടെ കൾച്ചറിൻ്റെ ബേസിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഈ പോയിന്റ് നമ്പർ 6 എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ വന്നാൽ കാണാൻ കഴിയുക, പഴയ വീഡിയോസിൽ കാണാൻ കഴിയുക, ഫർദർ വീഡിയോസിൽ കാണാൻ കഴിയുക. നിങ്ങൾ സ്വന്തമായിട്ടൊരു പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് വാസ്തവം. സോ മറ്റൊരു എപ്പിസോഡ് കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക.